Okay. ഹലോ, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് വീക്കെൻഡിലെ കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ. വീക്കെൻഡിൽ കുറച്ച് ഗാർഡനിങ്ങും അതേപോലെ ഫുഡും നമ്മൾ വീക്കെൻഡിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ടുള്ളൊരു വ്ളോഗാണ് ഇത്. അപ്പം നമുക്ക് നേരെ വ്ളോഗിലേക്ക് പോകാം. ഇത് നമ്മൾ വീട്ടിലേക്ക് കുറച്ച് ചെടികൾ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് രണ്ടെണ്ണം വരുന്നത് ഇൻഡോർ പ്ലാന്റ് ആണ്. അത്യാവശ്യം നല്ല ഫ്ലവറൊക്കെ ഉള്ള നല്ലൊരു പ്ലാന്റാണ് കേട്ടോ. കാണാൻ നല്ല രസമുണ്ട്, നല്ല പൂവൊക്കെയാണ്. പിന്നെ അതിൻ്റെ തന്നെ വേറെ ഒരു കളർ ചേഞ്ച് ഉണ്ട് കേട്ടോ. ഇതാണ് ഇങ്ങനെ. ഇത് നമ്മൾ കിച്ചണിലോ അങ്ങനെയൊക്കെ ആയിട്ട് എങ്ങനെയാണെങ്കിലും വെക്കാം കേട്ടോ. നല്ല ഭംഗിയുള്ള 2 പ്ലാന്റ്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ വേറെ ഒന്നുണ്ട് കേട്ടോ. ഇതൊരു ക്രീപ്പർ ടൈപ്പാണ്, നല്ല ലെങ്ത്തുള്ള. ഇത് നമ്മളിപ്പം ഇങ്ങനെ എവിടെ വെക്കണം എന്നുള്ളൊരു പ്ലാനിൽ ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുക. പക്ഷെ നല്ല ഒരു പ്ലാന്റ് കേട്ടോ. ഇതിലും നല്ല പൂക്കളൊക്കെ ഉണ്ടാവും. പിന്നെ ഇതും അതേപോലെ തന്നെ വേറൊരു പ്ലാന്റ് കേട്ടോ. നല്ല വെയിറ്റ്. ഇതിന് അത്യാവശ്യം നല്ല വലിയ കവറൊക്കെയാണ്. ഇതിനൊക്കെ ഒരു പോട്ടിലേക്ക് മാറ്റണം ഇനി. ഇതിൻ്റെ ലീഫൊക്കെ നല്ല ലെങ്ത്തുള്ള അങ്ങനത്തെ ഒരു ടൈപ്പാണ് കേട്ടോ. ഇതൊരു ക്രീപ്പർ ടൈപ്പ് തന്നെയാണ്. ഈ ഒരു കുറച്ച് എന്താ പേര്, കോഞ്ചിയ. അതെ. അപ്പം ക്രീപ്പറൊക്കെ ചെയ്യുന്നവർക്ക് പറ്റിയിട്ടുള്ള പ്ലാന്റൊക്കെ ഇഷ്ടപ്പെടുന്നവർക്കുള്ള പറ്റിയിട്ടോ. ഈ രണ്ട് പ്ലാന്റിനും പറയുന്നത് കോഞ്ചിയ പ്ലാന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഷവർ ഓഫ് ഓർക്കിഡ്സ് എന്നാണ് അതിന് പറയാ. ഓർക്കിഡിന്റെ കളർ പോലെ അതിന്റെ ഒരു ഷവർ പോലെയാണ്. അത് അങ്ങനെ ചെറിയ ചെറിയ ഇതളുകളായിട്ട് കുറെ ഉണ്ടാവും. ഈ തെച്ചിപ്പൂവിന്റെ ഒക്കെ പൂ പോലത്തെ ഒരു ടൈപ്പിലൊക്കെ അതുപോലെ കുറെ ഉണ്ടാവും. അപ്പം നമ്മളിവിടെ ഇതൊന്നിനി പ്ലേസ് ചെയ്ത് നല്ലൊരു ഏരിയയിൽ വെക്കണം. അപ്പം അതൊക്കെ നമുക്ക് കാണാം കേട്ടോ. അപ്പം പറഞ്ഞു. അപ്പം ഇപ്പൊ ഇത് ഞങ്ങളുടെ സ്വന്തം ഈ ചെടിയാണ് ഞങ്ങളുടെ. അപ്പൊ ഇത് ഈ സാധനം ഒരു മഞ്ഞ കളർ പോലെ ഗ്രീനും അങ്ങനത്തെ സാധനങ്ങൾ നോക്കാം. പാപ്പുന് ഈ ചെടീനെ കുറിച്ച് കുറെ കാര്യങ്ങൾ അറിയാം. അപ്പം ഞങ്ങൾ ഇനി ഈ പ്ലാന്റ് ഒക്കെ ഒന്ന് റെഡിയാക്കട്ടെ. റെഡിയാക്കിട്ട് ഇങ്ങനെ വരാം. അങ്ങനെ ഒന്ന് ഇളക്ക്. ഓക്കെ. അപ്പം നമ്മൾ ചെടി നടാൻ വേണ്ടിയിട്ട് അവിടെ മണ്ണൊക്കെ മിക്സ് ആക്കുക കേട്ടോ. ഇതിൻ്റെ അതിൽ എന്തൊക്കെ വളം ഇട്ടിട്ടുണ്ടോ അറിയോ? വളത്തിൻ്റെ പേരൊന്നും അറിയില്ല കേട്ടോ എനിക്ക്. കോർപ്പറ്റ്, മണ്ണ്, പിന്നെ വളങ്ങൾ, എല്ലുപൊടി മിക്സ് എല്ലാം കൂടെ ഇട്ട് ചകിരിച്ചോറൊക്കെ ഇട്ടിട്ട് നല്ല മിക്സ് ചെയ്തിട്ടുണ്ട്. ഇതാ നമ്മളെ കാഞ്ചിയോ പേര് പറയണ നമുക്ക് കറക്റ്റ് അറിയില്ല, എന്നാലും നല്ല ആ പ്ലാന്റ് നമ്മൾ നട്ടു കൊടുക്കണം. അപ്പോൾ ചെടിയിൽ ഇനി കുറച്ചുകൂടെ മണ്ണിടണം കേട്ടോ. അതിന് വേണ്ടി നാസി താഴെ പോയിട്ട് എടുത്തിട്ട് വരുന്നതാണ്. ഞങ്ങൾ ആര് പോകുന്നുള്ള മത്സരം നടക്കുക. അവസാനം നാസി പോയിട്ട് വരും, ഞാൻ വെയിറ്റ് ചെയ്യാം. അന്ന് നമ്മളിവിടെ ഇങ്ങനെ വെച്ച് കൊടുത്തു കേട്ടോ. പക്ഷേ ഇതിൽ ഇനിയും മണ്ണൊക്കെ ഇടാണ്. ഇനി അതിനൊക്കെ എന്ത് ചെയ്യണം, ഞങ്ങൾക്ക് ശരിയാക്കാനുണ്ട്. അപ്പോൾ നമ്മൾ വാങ്ങിച്ച ഇൻഡോർ പ്ലാന്റിനെ ഞാൻ ഇവിടെ വെച്ച് കൊടുത്തു കേട്ടോ. എൻ്റെ ഭംഗി ഇവിടെ ഇങ്ങനെ കറക്റ്റ് ഉണ്ടോയെന്ന് അറിയില്ല. ഇനി കുറച്ച് കഴിയുന്ന സമയത്ത് വേണമെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് മാറ്റണം എന്നുള്ളൊരു പ്ലാൻ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ജസ്റ്റ് ഇവിടെ വെച്ച് കൊടുത്തു കേട്ടോ. വേറെ ഒന്നുള്ളത് ഇതിൽ രണ്ടിനെ ഞാൻ ചിലപ്പോൾ പ്ലേസൊക്കെ മാറ്റും. ഇപ്പോൾ തൽക്കാലം ഞാൻ ഇവിടെ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് മിൽക്ക് മെയ്ഡ് ഒഴിച്ചു കൊടുക്കുകയാണ്. നമ്മൾ ബൺ മസ്ക് ആയിട്ട് ഉണ്ടാക്കണേ. ചെടിയൊക്കെ ഉണ്ടാക്കി എല്ലാവർക്കും സമയം കുറേ ആയി എന്ന് കണ്ടപ്പോൾ എല്ലാവർക്കും ഒരു ചായ കുടിക്കാൻ ആഗ്രഹം. അതിനിടയിൽ ഇവിടെ ആമിക്ക് കോസ്റ്റ്യൂം കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ ബൺ മസ്കയും ചെയ്തുകൊണ്ടിരിക്കാം. അതെ, നമ്മൾ മസാല ചായ ആയിട്ട് ഉണ്ടാക്കണേ. അപ്പോൾ അതിലേക്ക് പട്ട, ഗ്രാമ്പു സാധനങ്ങളൊക്കെ ഇട്ട് കൊടുത്തു. അപ്പം മസ്കിൻ്റെ ഒരു കൺസിസ്റ്റൻസി ഇങ്ങനെ ആയിട്ടുള്ളത്. അപ്പോൾ നമ്മളങ്ങനെ പ്രൊഫഷണലായിട്ട് ചെയ്യുന്നതല്ല, നമ്മളിപ്പോൾ ഒരു ഈവനിങ്ങിൽ നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ട്
റെഡിയാക്കി എടുക്കാം കേട്ടോ. അപ്പം നമ്മൾ 4 പേർക്ക് 4 ബണ്ണ് എടുത്ത് വെച്ചിട്ടുണ്ട്. അതേപോലെ ബൺ മസ്കേൻ്റെ ക്രീം കാര്യങ്ങളൊക്കെ സെറ്റായിട്ടുണ്ട്. പാപ്പുന് ഇഷ്ടമാണോ ബൺ മസ്ക? അമ്മേനെ കാണിക്കാൻ വേണ്ടിയുള്ള കഴിച്ചാണ് ഈ സെറ്റായി. നല്ലതാണോ പാപ്പു? ഇഷ്ടപ്പെട്ടോ? പാപ്പന് ഇഷ്ടമായിട്ടില്ല അല്ലേ? മുഖത്തൊക്കെ അല്ലേ? ഇല്ലെങ്കിൽ ഞങ്ങൾ കഴിച്ചോളൂ പാപ്പൻ്റെ. ഓള് കഴിച്ചോളൂ. ഇനി കുറച്ച് നേരം സ്റ്റഡി ടൈമാണ് കേട്ടോ. അപ്പോൾ ആമിക്ക് കുറച്ച് ക്ലാസ്സൊക്കെ എടുത്ത് കൊടുക്കണേ നാസി. അപ്പോൾ ആ സമയത്ത് തന്നെ പാപ്പും കൂടെ ഇരിക്കും കേട്ടോ. സൺഡേ ഫുൾ എല്ലാവരും കൂടെ ഒരുമിച്ചാട്ടോ എല്ലാ കാര്യങ്ങളും ചെയ്യുക. അപ്പോൾ നാസി ഇതാ ഇവിടെ വാക്വം ചെയ്യാണ്. അതിൻ്റെ കൂടെ ആമി അവിടെ കാര്യങ്ങളൊക്കെ സെറ്റിങ് കാര്യങ്ങളൊക്കെ റെഡിയാക്കുന്നുണ്ട്. അതേപോലെ അവൾ കുറേ തുണിയും കാര്യങ്ങളൊക്കെ നമുക്ക് മടക്കി വെച്ച് തരും. അങ്ങനത്തെ അവൾക്ക് പറ്റുന്ന ചെറിയ കാര്യങ്ങളൊക്കെ അവൾക്ക് അറിയാവുന്ന രീതിയിൽ ചെയ്തു തരും കേട്ടോ. ഇന്നത്തെ ഒരു സൺഡേ സ്പെഷ്യൽ ഇതൊക്കെയായിരുന്നു കേട്ടോ. ആമിക്ക് എക്സാമൊക്കെ ആയതുകൊണ്ട് നമ്മൾ പുറത്തൊന്നും പോയില്ല. ബാക്കി എല്ലാ കാര്യങ്ങളും പിറ്റേ ദിവസത്തേക്ക് വേണ്ട കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ട് ഇന്ന് നമ്മളെല്ലാവരും വീട്ടിൽ തന്നെ നിൽക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഒരു കുഞ്ഞു വ്ളോഗ് ഇതൊക്കെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വ്ളോഗ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ആൻഡ് ഷെയർ, സബ്സ്ക്രൈബ്. താങ്ക് യു ഫോർ വാച്ചിങ്. Stone, paper, pencil, scissors. Stone, paper, pencil, scissors.